ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും ഒരു പ്രാവശ്യമുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിച്ചതിന് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ കോട്ടിലെ 4-ാമത്തെ പാഠത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. വിനയത്തിലൂടെയുള്ള ഐക്യം എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ആഴ്ചത്തെ പാഠപഠനത്തിന് പഠിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന വേദഭാഗങ്ങൾ ഫിലിപ്പിയർ 2-ാം അധ്യായം, ഫിലിപ്പിയർ 1-ാം അധ്യായം, അതുപോലെ തന്നെ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം, 1 കൊരിന്ത്യർ, റോമർക്കെഴുതിയ ലേഖനം, എബ്രായർക്കെഴുതിയ ലേഖനം എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള വേദഭാഗങ്ങളാണ് നാം ഈ ആഴ്ചത്തെ പാഠപഠനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ മനഃപ്പാഠവാക്യം ഫിലിപ്പിയർ 2:2 നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫിലിപ്പിയർ 2:2. നമുക്കറിയാം, ഐക്യം എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്, അല്ലേ? ഐക്യമത്യം മഹാബലം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെ നമ്മൾ ഒരുമിച്ച് ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കുന്നു അവിടെ വിജയം ഉറപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പം ഈ ആഴ്ചത്തെ പാഠത്തിലൂടെ എങ്ങനെയാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഐക്യത്തിൻ്റെ ആവശ്യകത എന്താണ് എന്നും ആ ഐക്യം നമുക്ക് എങ്ങനെ നേടാമെന്നും ക്രിസ്തു എന്ത് മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നതെന്നും ആ മാതൃകയിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭകളിൽ, നമ്മുടെ സമൂഹത്തിൽ ഒക്കെ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇന്നത്തെ പാഠത്തിലൂടെ നമുക്ക് സാധിക്കും. പാഠപഠനത്തിന് മുമ്പായിട്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം 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 കരുണാസമ്പന്നനായ സ്വർഗ്ഗീയവാഴ്ത്തപ്പെട്ട പിതാവേ, വീണ്ടും ഒരു രാഷ്ട്രീയത്തിലായിരിക്കാനും അങ്ങേ ആരാധിപ്പാനും സ്തുതിപ്പാനും നൽകിയ കൃപയ്ക്കാണ് നിൻ്റെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നപ്പാ. ദൈവമേ, ഇന്ന് അടിയങ്ങൾ ഈ പാഠം പഠിക്കുമ്പോൾ അടിയങ്ങളുടെ ഹൃദയത്തോട് അങ്ങ് ഇടപെടുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിപ്പിക്കുന്ന അടിയനെയും കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ സന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. അടിയങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ അങ്ങ് ഇടപെടുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് വീണ്ടും ഒരു രാഷ്ട്രീയങ്ങളെല്ലാം താഴ്ത്തി സമർപ്പിക്കുന്നു. മാനവമഹത്വം അങ്ങ് എടുക്കുമാറാണമെന്ന് അടിയങ്ങൾക്ക് ജീവമറ്റ യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ അപേക്ഷിക്കുന്നവരോട് കേൾക്കുമാറാണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ പാഠം എന്ന് പറയുന്നത് വിനയത്തിലൂടെയുള്ള ഐക്യം എന്നുള്ള പാഠമാണ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചാണ്, അല്ലേ? യോശുവയുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇപ്പം നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ഐക്യത്തെക്കുറിച്ചാണ്. അല്ലെങ്കിൽ നമ്മുടെ പാഠത്തിൻ്റെ ഇത് തന്നെ നമ്മൾ നോക്കുമ്പോൾ സ്വർഗത്തെയും ഭൂമിയെയും ഏകീകരിക്കുന്നു എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ ആശയം കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ പാഠങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നമ്മൾ അന്ത്യകാലത്തോട്ട് നമ്മൾ ക്രിസ്ത്യാനികൾ അടുക്കും തോറും നമ്മുടെ ജീവിതത്തെ നമ്മളെങ്ങനെ കൊണ്ടുപോകണമെന്നും മറ്റുള്ളവർക്ക് നമ്മളെങ്ങനെ ഒരു മാതൃകയായിരിക്കണമെന്നും, അത് വിശ്വാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ പ്രത്യാശയുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ സഭയിലെ ഐക്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മളെങ്ങനെ മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമായി നിൽക്കണം എന്നുള്ളതാണ് ഈ ക്വാർട്ടറുകളിലുടനീളം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആഴ്ചത്തെ പാഠത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവരും ഐക്യത്തിലായിരിക്കുക എന്നുള്ളത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്, അല്ലേ? നമുക്കൊരു വഴക്ക് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഒരു തർക്കം ഉണ്ടാകുന്നത്, ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് മിക്കവരും ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല. നമുക്കെല്ലാവർക്കും ആഗ്രഹം ഐക്യത്തോടിരിക്കണം, സമാധാനത്തോടിരിക്കണം, സന്തോഷത്തോടിരിക്കണം എന്നുള്ളത് തന്നെയാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിലായാലും നമ്മുടെ മറ്റ് ബന്ധുമിത്രാദികളോടായാലും നമ്മുടെ സമൂഹത്തോടായാലും നമ്മുടെ സഭയിലാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഐക്യം അനൈക്യമായി മാറുന്നത് നമ്മൾ കാണാറുണ്ട്, അല്ലേ? നമുക്കറിയാം, ചില കാര്യങ്ങൾ അറിയാതെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളുണ്ട്. അറിയാതെ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അറിയാമെന്ന് പറഞ്ഞു പോയതായിരിക്കാം.
അതൊരു അനൈക്യത്തിലേക്ക് നയിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ചില കാര്യങ്ങളിൽ നമ്മൾ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു അനൈക്യം സൃഷ്ടിക്കുന്നതും കാണാറുണ്ട്. ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജീവിതത്തിൽ അനൈക്യത്തെ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ജീവിതത്തിൽ നമ്മുടെ മാതൃക എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ കർത്താവായ യേശുക്രിസ്തുവാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ മാതൃകയെങ്കിൽ, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണ് എങ്കിൽ, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, നിങ്ങളുടെ ജീവിതം എങ്ങനെ നിങ്ങൾ ക്രമപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മൾ ഈ ആഴ്ചത്തെ പാഠത്തിലൂടെ പഠിക്കുവാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ ഉദാഹരണമായിട്ടുള്ളത് കർത്താവായ യേശുക്രിസ്തുവാണ്, അല്ലേ? എന്നാൽ നമുക്കറിയാം, സ്വർഗത്തിൽ വെച്ച് പാപം ആരംഭിക്കുന്ന സമയത്ത് ഒരൊറ്റ വ്യക്തിയുടെ ഹൃദയത്തിലാണ് എന്തുണ്ടായത്, പാപം ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെന്തിൻ്റെ പേരിലായിരുന്നു? അധികാരത്തിന് വേണ്ടി, അല്ലേ? അല്ലെങ്കിൽ സ്വയം കേന്ദ്രീകൃതമായ ഒരു ഹൃദയത്തിൽ നിന്ന്, അല്ലേ, സ്വയത്തിലേക്ക് കൂടുതൽ ഊന്നിയ ഒരു ഹൃദയത്തിൽ നിന്നാണ് ഈ പാപത്തിൻ്റെ ആരംഭം ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ലൂസിഫറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവന് സ്വർഗത്തിൽ പല അധികാരങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ എന്ത് ചെയ്തു? ദൈവത്തോട് സമനാകുവാൻ എപ്പോൾ ഇച്ഛിച്ചോ അന്നേരം മുതൽ എന്ത് ചെയ്തു? അവൻ്റെ അധപതനം ആരംഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യാണ്? അതിൻ്റെ തിക്തഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഭിന്നത ഉണ്ടാക്കുന്നത് ആരാണ്? ഭിന്നത ഉണ്ടാക്കുന്നത് സാത്താനാണ്, അല്ലെങ്കിൽ ലൂസിഫർ ആണ്, അല്ലെങ്കിൽ ആ പഴയ പാമ്പാണ് ഭിന്നത ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഐക്യം ഉണ്ടാക്കുന്നത് ആരാണ്? അത് ദൈവത്തിൻ്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും എന്താണ്, നമ്മുടെ വാവുണ്ട് ഇപ്പം ഇങ്ങനെ പറയുമ്പം നമുക്ക് ഐക്യം, സമാധാനം, സന്തോഷം എന്നൊക്കെ പറയുവാനായിട്ട് നമുക്ക് എളുപ്പമാണ്. എന്നാൽ ഇത് പ്രവൃത്തിയിലേക്ക് വരുത്തുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്, അല്ലേ? പറയുവാൻ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയുവാൻ എളുപ്പമാണ്. നമ്മൾ പലപ്പോഴും എങ്ങനെയാണ്, ഒരു പ്രസംഗം നമ്മൾ നടത്തുമ്പോൾ, ഒരു ശാബ് സ്കൂൾ പാഠം നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു AY പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ ഇതിലെല്ലാം നമുക്ക് ഉപദേശിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അല്ലേ? നമ്മളെപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ആവരുത്, ഇങ്ങനെ ആവരുതെന്നൊക്കെ നമ്മൾ ഉപദേശിച്ചുകൊണ്ടിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ പറയുന്നതിന് വിപരീതമായിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലേ? ഇതേ ഒരു കാര്യം തന്നെയാണ് ഈ ഫിലിപ്പിയ സഭയിൽ അന്ന് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭ സ്ഥാപിച്ചതിന് ശേഷം അദ്ദേഹം എന്താണ്, തടവറയിലായിരിക്കുമ്പോഴാണ് ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം എഴുതുന്നതെന്ന് നമ്മൾ മുൻ പാഠങ്ങളിലൊക്കെ പഠിച്ചു. അപ്പോൾ അദ്ദേഹം ആ തടവറയിലായിരുന്നപ്പോൾ അദ്ദേഹം തൻ്റെ ഫിലിപ്പിയ സഭയിലേക്ക് എഴുതുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഒരു ഐക്യം ഇല്ലായ്മ ഉണ്ട് എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. നിങ്ങൾ പലപ്പോഴും ഷാഢ്യം കൊണ്ട് അല്ലെങ്കിൽ ദുരഭിമാനം കൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നതെന്ന് അവിടെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അവരെ അവരുടെ ആ ഒരു സ്വഭാവത്തെ അപ്പോസ്തലനായ പൗലോസ് അവിടെ എടുത്തു കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മലപ്പാഠ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി എന്ത് ചെയ്യണം, ഇങ്ങനെ എൻ്റെ സന്തോഷം നിങ്ങൾ പൂർണ്ണമാക്കുവിനെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ വാക്യം തന്നെ പറയുകയാണ്, ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും ഉണ്ട് എങ്കിൽ, ആത്മാവിൻ്റെ കൂട്ടായ്മയുണ്ടെങ്കിൽ, എന്തെങ്കിലും മനസ്സലിവോ ആർദ്രതയോ നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം? ഐക്യത ഉള്ളവരായിരിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ചിലർ 1-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ചിലർ എന്താണ്, ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം എന്ത് ചെയ്യുന്നു, പ്രസംഗിക്കുന്നു. ചിലരോ നല്ല മനസ്സോടുകൂടി തന്നെയാണ് പ്രസംഗിക്കുന്നത്. എന്നാൽ അസൂയയും പിണക്കവും നിമിത്തം ക്രിസ്തുവിനെ പറയുന്നവരും അല്ലെങ്കിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരും ഉണ്ട് എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ എല്ലാവരും ചെയ്യുന്ന സുവിശേഷമാണ്. എന്നാൽ നിത്യതയ്ക്ക് നമ്മൾ യോഗ്യരാകണമെങ്കിൽ, നിത്യത നമുക്ക് അവകാശമാകണമെങ്കിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? നല്ല മനസ്സോടുകൂടി മറ്റുള്ളവരോട്
ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നവരായിരിക്കണമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത് വളരെ ശാഠ്യത്തോടും ദുരാഭിമാനത്തോടും കൂടിയാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല. ഒരു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളിൽ എന്തുണ്ടാകാൻ പാടില്ല. ഇത്തരത്തിലുള്ള സ്വഭാവ വൈകൃത്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം? ക്രിസ്തുവിൻ്റെ ഈ ആശ്വാസം, ക്രിസ്തു നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഈ ആശ്വാസം മറ്റുള്ളവരിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നവരായിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്രിസ്തു തന്നെ പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, അല്ലെങ്കിൽ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും എന്ത് ചെയ്യണം? പരസ്പരം സ്നേഹിക്കണം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പം ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം നിങ്ങളിൽ വരിക എന്ന് പറയുകയാണ്, അല്ലേ? അപ്പം നമുക്കറിയാം ദൈവം സ്നേഹം തന്നെ എന്ന് പറയുന്നു. അപ്പം നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് എങ്കിൽ, നമ്മൾ പിതാവിനെ അനുഗമിക്കുന്നവരാണ് എങ്കിൽ, നമ്മൾ സത്യദൈവത്തെ വിളിക്കുന്നവരാണ് എങ്കിൽ, ഈ സത്യദൈവത്തിൻ്റെ സ്വഭാവം തന്നെ എന്ത് ചെയ്യണം? നമ്മളിലും ഉണ്ടാവണം. നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പറയുന്നത്, സ്നേഹമായിരിക്കണം നമ്മളുടെ സ്വഭാവം എന്നാണ് പറയുന്നത്. മറ്റുള്ളവർ നമ്മളെ നോക്കുമ്പം നമ്മൾ ക്രിസ്തുവിൻ്റെ അനുയായിയാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ സ്നേഹം എന്ന വികാരമായിരിക്കണം നമ്മളിൽ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരിക്കേണ്ടതെന്ന് അവിടെ പറയുന്നു. അതുപോലെ തന്നെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ പറ്റും. ആത്മാവ് നമ്മുടെ ഉള്ളിലായിരിക്കുമ്പോൾ നമ്മൾ കൂട്ടായ്മ ആചരിക്കും. ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് പലപ്പോഴും ഐക്യത്തെയാണ് കാണിക്കുന്നത്, അല്ലേ? കൂടി വരിക. കുറേ ആളുകൾ കൂടി വരുന്നു, ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കൂടി വരുന്നത്, അല്ലേ? നമ്മൾ പലപ്പോഴും ഒരു വിവാഹത്തിന് വിളിച്ച് എല്ലാവരും കൂടി വരും. എന്തിനാണ്? വിവാഹത്തിൽ പങ്കെടുക്കാനാണ് വരുന്നത്, അല്ലേ? അതുപോലെ തന്നെ നമ്മളൊരു വീട്, പുതിയൊരു വീട് പണിത് അതിൻ്റെ കീർത്താമസത്തിന് എല്ലാവരും വിളിക്കുകയാണ്. ഇവരെല്ലാം കൂടി വരുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. എന്താണ്? ആ വീട്ടിലെ കീർത്താമസത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ തന്നെ നമ്മൾ കൂട്ടായ്മ ആചരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനാണ്. ക്രിസ്തുവിനെ എങ്ങനെ മഹത്വപ്പെടുത്താനാണ്? ക്രിസ്തു എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട്, നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് ആ ക്രിസ്തുവിനെ നമ്മൾ മഹത്വപ്പെടുത്തി, ആ ക്രിസ്തുവിനെ, ഞാൻ അറിഞ്ഞ ക്രിസ്തുവിൻ്റെ മഹത്വത്തെ മറ്റുള്ളവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കൂടിവരവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും കൂട്ടായ്മ ആചരിക്കുമ്പോൾ ഈ ഐക്യമില്ലാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? കൂട്ടായ്മ ആചരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ പ്രത്യേക സ്വഭാവങ്ങളായ ആർദ്രത, മനസ്സലിവ്, കരുണ എന്നീ സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടാക്കണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ നോക്കുമ്പോൾ എന്താണ് പറയുന്നത്? ക്രിസ്തു എങ്ങനെയുള്ളവനായിരുന്നു? താഴ്മയുള്ളവനായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പം യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ പ്രകാരം പറഞ്ഞിരിക്കുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, അങ്ങനെയെങ്കിൽ അവൻ നിങ്ങളെ എന്തു ചെയ്യും? ഉയർത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു താഴ്മയുടെ ഭാവം, അല്ലെങ്കിൽ ഈ വിനയത്തിൻ്റെ ഒരു ഭാവം തന്നെ ആയിരിക്കണം നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന് അവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. അങ്ങനെ ഒരു ഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ക്രിസ്തുവിൻ്റെ അനുയായികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന വിളിക്ക് നമ്മൾ യോഗ്യരാകൂ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു നമ്മുടെ ഉദാഹരണം ആരാണ്? കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ ഉദാഹരണം, അല്ലെങ്കിൽ നമുക്ക് സാക്ഷിയായിട്ട് നിൽക്കുന്ന ആരാണ്? കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, അല്ലേ? അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പം നമ്മൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. എന്താണ്? ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ആത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, വിശ്വസ്തത, ദീർഘക്ഷമ, അല്ലേ? ഇന്ദ്രിയ ജയം, ഇങ്ങനെ 9 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു, അല്ലേ? എന്നാലും നമ്മൾ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഭിന്നത വരുത്തുന്ന, അല്ലെങ്കിൽ സാത്താൻ എന്തൊക്കെയാണ് അവിടെ കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. സാത്താൻ ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? ഈ ഐക്യത്തെ ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? നമ്മുടെ ഇടയിൽ കൊണ്ടുവരാനായിട്ട് സാത്താൻ ഒരിക്കലും സാധിക്കത്തില്ല. സാത്താൻ പിന്നെ എന്തൊക്കെയാണ് അവിടെ കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ
എനിക്ക് തെറ്റിപ്പോയതാണ്. ഗലാത്യർ 5-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മളവിടെ വായിക്കുമ്പം അവിടെ പറയുന്നു, ജഡത്തിൻ്റെ പ്രവൃത്തികളെന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ദുർനടപ്പുണ്ട്, അശുദ്ധിയുണ്ട്, ദുഷ്കാമമുണ്ട്, വിഗ്രഹാരാധനയുണ്ട്, ഷാഢ്യമുണ്ട്, ദ്വന്ദ്വപക്ഷമുണ്ട്, ഭിന്നതയുണ്ട്, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവയെന്നും വെളിവാക്കുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഗലാത്യർ 5-ാം അധ്യായത്തിൽ വളരെ സ്പഷ്ടമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. അവിടെ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? അവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു, ദ്വന്ദ്വപക്ഷമുള്ളവർ, പിന്നെന്താണ്, ഭിന്നതയുള്ളവർ, പിണക്കമുള്ളവർ, അസൂയയുള്ളവർ, ഇവരാരും എന്ത് ചെയ്തില്ല? സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. നമ്മൾ പലപ്പോഴും ഈ ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കണക്ക് കൂട്ടുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്നറിയാമോ? ഞാൻ ആരുടെയും ഒന്നും മോഷ്ടിക്കാൻ പോകുന്നില്ല, ഞാൻ വ്യഭിചരിക്കാൻ പോകുന്നില്ല, ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ കള്ളസാക്ഷ്യം പറയാൻ ഞാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അന്യൻ്റെ ഒന്നും ഞാൻ മോഹിക്കുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയും. ഇന്ന് നമ്മൾ പറയാത്ത അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വമെങ്കിലും അലക്ഷ്യമാക്കി കളയുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ ഇടയിലുള്ള പിണക്കം, ഭിന്നത, ദ്വന്ദ്വപക്ഷം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്രിസ്ത്യാനികൾ അത് നമ്മുടെ ഒരു ജീവിത ശൈലിയുടെ ഒരു ഭാഗമാക്കി നമ്മളിങ്ങനെ കൊണ്ടു നടക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം ഓരോ സഭയിലെ അംഗങ്ങളാണ് അല്ലേ? ഓരോ സഭയിൽ പ്രതിനിധികളാണ് നമ്മളെല്ലാവരും. ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം നമ്മുടെ സഭയിൽ ഉയർന്നു വന്നു എന്നിരിക്കട്ടെ, എന്തിനെങ്കിലും കുറിച്ചായിരിക്കാം, എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായം വന്നു എന്നിരിക്കട്ടെ, അപ്പോൾ തന്നെ എന്ത് ചെയ്യും? രണ്ട് പക്ഷമാവും. ഈ രണ്ടാൾക്കാരും തമ്മിൽ എന്ത് ചെയ്യത്തില്ല? അവരൊന്നിക്കത്തില്ല, ഒരുമിച്ചൊരു തീരുമാനമെടുക്കത്തില്ല. രണ്ട് പക്ഷമായിട്ട് നമ്മൾ ചേർന്ന് നിന്ന്, ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കും നമ്മൾ മത്സരിക്കുന്നത്, ചിലപ്പോൾ ഒരു കൂട്ടത്തോടായിരിക്കും നമ്മൾ മത്സരിക്കുന്നത്. എങ്കിലും നമ്മൾ എന്ത് ചെയ്യും? മത്സരിക്കും. നമുക്ക് ഐക്യം എന്ത് ചെയ്യും? പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷമായി അവിടെ അനൈക്യം വരുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു സഭകളിൽ ഒരു ഭിന്നത വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ചിലപ്പോൾ വെറും നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഈ ഭിന്നത നമ്മുടെ സഭകളിലൊക്കെ കടന്നു വരുന്നത് നമ്മളെ ഭയങ്കരധികം ഒരു നാണക്കേടിൻ്റെ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം, നമ്മളെ കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് അല്ലേ? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് സഭയിൽ പോകുന്നു, ആരാധന കഴിയുന്നു, വളരെ സന്തോഷത്തോടെ ആരാധന കഴിയുമ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസം എന്തുണ്ടാകുന്നു? സഭയിലുണ്ടാകുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കങ്ങളാകുന്നു, നമ്മൾ ആവശ്യമില്ലാത്തത് പറയുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഇടപെടുന്നു, ഉന്തും തള്ളും ബഹളവും ആകുന്നു. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നു. നാളെ ഒരു സമയത്ത് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ പ്രാപ്തരാക്കേണ്ട അവരെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? സാത്താൻ്റെ സൈന്യത്തിലെ ഒരു ശക്തമായ മുന്നണിയായിട്ട്, ഒരു മുന്നണി പോരാളിയാക്കി നമ്മൾ അവനെ മാറ്റുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല. കാരണം നമുക്കെന്താണ്? നമ്മൾ ജയിക്കണം, ഞാൻ പറയുന്ന പക്ഷം ജയിക്കണം എന്നുള്ള ഭാവത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പലപ്പോഴും നമുക്ക് മാതാപിതാക്കൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു മാതൃകയാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഒരു നിരാശാജനകമായ കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെപ്പോഴും എങ്ങനെയുള്ളവരായിരിക്കണം? ഐക്യം ഉണ്ടാക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് എന്നിലുള്ളത്. അങ്ങനെയാണ് എങ്കിൽ എനിക്ക് എങ്ങനെ എൻ്റെ സഭയിൽ ഭിന്നത ഉണ്ടാക്കുവാൻ സാധിക്കും? എങ്ങനെ എൻ്റെ കുടുംബത്തിൽ എനിക്ക് പിണക്കം ഉണ്ടാക്കുവാൻ സാധിക്കും? എങ്ങനെ എൻ്റെ സമൂഹത്തിൽ ഒരു അനൈക്യം സൃഷ്ടിക്കുവാൻ എനിക്ക് എങ്ങനെ സാധിക്കും? എനിക്ക് ഒരിക്കലും സാധിക്കത്തില്ല. കാരണം ക്രിസ്തുവാണ് എന്നിൽ വസിക്കുന്നത്, ക്രിസ്തുവാണ് എൻ്റെ ഉള്ളിലുള്ളത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ എന്തായി തീർന്നു? പുതിയ സൃഷ്ടിയായി തീർന്നു. പഴയത് പിന്നെ അവനിൽ എന്തില്ല? സ്ഥാനമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അറിയാം, ഇപ്പം നമ്മുടെ സഭയിൽ തന്നെ ഒരു പ്രശ്നമുണ്ടായി എന്ന് വിചാരിക്കുക. എല്ലാ മനുഷ്യരും, ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, എല്ലാ മനുഷ്യരും കേൾപ്പാൻ വേഗതയുള്ളവരും ഉത്തരം പറയുവാൻ താമസമുള്ളവരുമായിരിക്കണമെന്നാണ് അല്ലേ? നമ്മളൊരു കാര്യം ഒരു വ്യക്തി പറഞ്ഞാൽ അത് ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയണം, നമ്മളത് മനസ്സിലാക്കണം. പക്ഷെ നമ്മുടെ ഉത്തരം എപ്പോഴും എങ്ങനെയായിരിക്കണം? ഉടനടി പറയുന്ന ഉത്തരമായിരിക്കരുത്. പലപ്പോഴും നമ്മുടെ സഭകളിലൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് വായി തോന്നുന്നു നമ്മൾ എന്ത് ചെയ്യും? വിളിച്ച് പറയും. അതായത് ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് നമ്മുടെ വായി സംസാരിക്കുന്നതെന്നാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പം നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഈ ദുഷ്ടതയും ഭിന്നതയും അനൈക്യവും എല്ലാം നമ്മളെടുത്തങ്ങ് കുടഞ്ഞ് ഇടുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ മുമ്പിലേക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെ മാറ്റിവെച്ച്
നമ്മുടെ നമ്മുടെ ദുരഭിമാനത്തെയും നമ്മുടെ അസൂയയും പിണക്കത്തെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. അതായത് ഈ സമാധാനം, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ സമാധാനത്തിൻ്റെ വക്താക്കളായിരിക്കും. ഒരിക്കലും ഭിന്നതയുടെയോ പിണക്കത്തിൻ്റെ അസൂയയുടെ വക്താക്കൾ നിങ്ങളായിരിക്കില്ല. നിങ്ങൾ എന്തിൻ്റെ വക്താക്കളായിരിക്കും? നിങ്ങൾ സമാധാനത്തിൻ്റെ വക്താക്കളായിരിക്കും. കാരണം കർത്താവിൻ്റെ മക്കളെന്ന് പറയുന്നത് എങ്ങനെയുള്ളവരാണ്? അവർ സമാധാനം ഉണ്ടാക്കുന്നവരാണ്, അവർ സമാധാനത്തെ പിന്തുടരുന്നവരാണ് എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പം ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസം നൽകുന്നവരായിരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ദിവ്യ സമാധാനം നൽകുന്നവരായിരിക്കണം എന്നാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നു വന്ന വ്യക്തികളാണ്, അല്ലേ? ഇപ്പം എൻ്റെ സാഹചര്യങ്ങളായിരിക്കില്ല നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, എൻ്റെ സാമ്പത്തിക സ്ഥിതി ആയിരിക്കില്ല നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, എൻ്റെ സാമൂഹിക സ്ഥിതികളായിരിക്കില്ല നിങ്ങളുടെ സാമൂഹിക സ്ഥിതികൾ. ഇതെല്ലാം എല്ലാവരിലും വ്യത്യസ്തരാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നിനൊന്ന് വ്യത്യസ്തരായ മനുഷ്യരാണ്, ബലഹീനരാണ്, നമുക്ക് കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്, നമുക്ക് പ്രയാസങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, നമുക്ക് സങ്കടങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ വ്യക്തികളിലും ഇതിൻ്റെ എല്ലാം അളവുകൾ ഏറ്റക്കുറച്ചിലുകളോടെ അങ്ങനെ നിൽക്കുന്നതായിരിക്കും കാണുന്നത്. ചിലർ ഭയങ്കരമായിട്ട് കരയുന്നവരായിരിക്കും, ചിലർ സങ്കടത്തെ അടക്കി പിടിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും പലരും വ്യത്യസ്തമായ ആൾക്കാരാണെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം മഹത്തരമാണ്, അല്ലേ? എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. നമ്മൾ പ്രകൃതിയിലോട്ട് നോക്കിയാൽ എല്ലാം വ്യത്യസ്തമാണ്, അല്ലേ? അതിലൊക്കെ ഒരു നന്മ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികളിൽ നന്മ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. മറ്റുള്ള വ്യക്തികളിൽ നന്മ കണ്ടെത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളില്ലാതായെങ്കിൽ മാത്രമേ മറ്റുള്ളൊരു വ്യക്തിയുടെ നന്മ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കത്തുള്ളൂ. നമ്മളിൽ തന്നെ വലുതായി നിൽക്കുമ്പോൾ മറ്റാരുടെയും നന്മ കണ്ടെത്തുവാനോ, മറ്റുള്ള ഒരാളെ പ്രോത്സാഹിപ്പിക്കുവാനോ, അദ്ദേഹത്തെ അഭിനന്ദിക്കുവാനോ, അദ്ദേഹത്തിന് ഒരു ആശ്വാസം പകരുവാനോ നമുക്ക് എന്ത് ചെയ്യത്തില്ല? സാധിക്കത്തില്ല. കാരണം ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരിയെന്ന് പറയുന്നിടത്ത് എങ്ങനെ അത് അസംഭവ്യമാണ്, അല്ലേ? നമുക്കത് ഒരിക്കലും സംഭവിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. കാരണം ഞാനാണ് വലുതെന്ന് പറഞ്ഞിരിക്കുമ്പോൾ മറ്റാരെയും നമ്മുടെ കണ്ണിൽ എന്ത് ചെയ്യത്തില്ല? പിടിക്കത്തില്ല. എന്നാൽ ഈ ഒരു കാര്യത്തിനൊരു മാറ്റം വേണമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ക്രിസ്ത്യാനികളുടെ മനസ്സിൽ ഒരു സർജറിയുടെ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ ചുറ്റും നമ്മൾ കാണുകയും കേൾക്കുകയും നമ്മൾ പരിചയിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നാണ് നമ്മുടെ സ്വഭാവം രൂപീകൃതമാകുന്നത്, അല്ലേ? എന്നാൽ ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ, ക്രിസ്തുവിനെ നമ്മൾ അറിഞ്ഞപ്പോൾ, പണ്ട് നമ്മൾ അവിശ്വാസത്തിൽ ജീവിച്ചതുപോലെയല്ല, അല്ലെങ്കിൽ പണ്ട് നമ്മൾ പിണക്കത്തിലും അസൂയയിലും ജാരശങ്കയിലും മറ്റ് പലവിധ മാനസിക വൈകൃതങ്ങളിലുമാണ് നമ്മൾ ജീവിച്ചതെങ്കിൽ, ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിനെ ധരിക്കുകയാണ്. അതായത് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ, ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മൾ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ നമ്മളെന്താണ്? ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിക്കുന്നവരായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഉയർത്തിപ്പിടിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു സർജറിയുടെ ആവശ്യമുണ്ട്. കാരണം എന്താണ്? ഈ പഴയ ഹൃദയം മാറ്റി നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം? പുതിയ ഹൃദയത്തെ നമുക്ക് വെച്ച് പിടിപ്പിക്കേണ്ടതായ ആവശ്യകത ഉണ്ട് എന്ന് അവിടെ പറയുന്നു. അതാണ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങളുടെ അഗ്രചർമ്മം എവിടെയാണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഹൃദയങ്ങളെയാണ് അഗ്രചർമ്മം ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? ആത്മീയ മനസ്സുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത്. നീ ആത്മീയനാണ് എങ്കിൽ നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെയുള്ളതായിരിക്കും? ആത്മീയതയുള്ളതായിരിക്കും, അല്ലേ? അവിടെ ഭിന്നതയുണ്ടാവില്ല, അസൂയ ഉണ്ടാവില്ല, കലഹമുണ്ടാവത്തില്ല. ഒരു തരത്തിലുള്ള ഭിന്നതകളും നീ ഇരിക്കുന്നിടത്തോ, നിൻ്റെ വീട്ടിലോ, നീ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിലോ, നിൻ്റെ സഭയിലോ എന്ത് ചെയ്യത്തില്ല? ഉണ്ടാവത്തില്ല. അങ്ങനെ ഉണ്ടായാൽ തന്നെ ക്രിസ്തുവിനോട് ചേർന്ന് ഐക്യപ്പെടുവാനായിട്ട് നിനക്ക് സാധിക്കണമെങ്കിൽ നിൻ്റെ ഹൃദയത്തിൽ എന്തുണ്ടായിരിക്കണം? ഈ പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ നിരന്തരം ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നവരായിരിക്കണം, ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുന്നവരുമായിരിക്കണം. പ്രാർത്ഥനയിലൂടെ അല്ലാതെ, ദൈവവചനത്തിലൂടെ അല്ലാതെ നമുക്ക് ആർക്കും എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് ഈ സ്വഭാവം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് ഒരു രൂപാന്തരപ്പെടുത്തുവാൻ എന്ത് ചെയ്യത്തില്ല? സാധിക്കത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. അതായത് നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നത് ഇപ്രകാരമാണ് പറയുന്നത്:
ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും മാന്യമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽഗുണമായതൊക്കെയും പ്രശംസനീയമായതൊക്കെയും ഉണ്ട് എങ്കിൽ ഇവയെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കുവാനാണ് പറയുന്നത്, അല്ലേ? അപ്പം നമ്മളെ ഹൃദയം എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കണം? ഒരു ആത്മീയ മനസ്സ് ഉള്ളവരായിരിക്കണം നമ്മൾ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു, അല്ലേ? അപ്പം നമുക്കറിയാം, വചനത്തിന് നമ്മളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് വളരെ ശക്തിയുണ്ട്, അല്ലേ? ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ഇരുവായ്ത്തലയുള്ള വാളാണെന്ന് പറയുന്നത്, സന്ധി മജ്ജകളിലേക്ക് തുളച്ച് ചെല്ലുന്ന ശക്തിയുള്ള വാളാണ് വചനം എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു വചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? ദിവസേന ധ്യാനിക്കുകയും ദൈവത്തിനോട് എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ നമ്മളെ അടുപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ പ്രാർത്ഥനകളാണ്, അല്ലേ? പലപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ പ്രാർത്ഥന രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയുണ്ടെങ്കിലും നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനകൾ നമുക്ക് വളരെ കുറവാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനകളിൽ വളർന്നു വരുന്നവരായിരിക്കണം. കാരണം പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ് വസിക്കുന്ന മനസ്സാണ്. അവിടെ പെട്ടെന്ന് എന്തുണ്ടാവത്തില്ല? ഈർഷ്യയോ പിണക്കമോ ഭിന്നതയോ അസൂയയോ ഒന്നും പെട്ടെന്ന് അവിടെ ഉണ്ടാവുകയില്ല. ഇനി ഉണ്ടായാൽ തന്നെ അത് പരിഹരിക്കുവാനായിട്ടുള്ള ബുദ്ധിയെയും ജ്ഞാനത്തെയും വിവേകത്തെയും ആര് തരും? ദൈവം നമുക്ക് തരുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാതൃക ക്രിസ്തു ആണെന്ന് പറഞ്ഞു. ക്രിസ്തു എന്ന എന്താണ്? തലയോളം വളരണമെന്നാണ് പറയുന്നത്, അല്ലേ? അപ്പം ക്രിസ്തുവാണ് നമ്മുടെ മാതൃകയെങ്കിൽ ഈ ക്രിസ്തുവിനെ പോലെ നമ്മളാകണം, അല്ലേ? അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് തിരുവത്താഴ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി തുടച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭാവം എന്ന് പറയുന്നത് എന്തായിരുന്നു? താഴ്മയുടെ ഭാവമായിരുന്നു, വിനയത്തിൻ്റെ ഭാവമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ? നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ സാധിക്കുമോ? നമ്മളെക്കാൾ ഒരു മറ്റൊരു വ്യക്തിയുടെ കാല് കഴുകുവാനായിട്ട് ഞാനെന്ന ഭാവത്തിൽ ഇരിക്കുന്നത് നമുക്കാർക്കും അതത്ര പെട്ടെന്ന് സാധ്യമല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ക്രിസ്തു ഇവിടെ എന്ത് ചെയ്തു? അവൻ എന്ത് ചെയ്തു? തന്നെത്താൻ ത്യജിച്ച്, അല്ലേ? ക്രൂശോളം എന്നാണ് പറയുന്നത്. അതായത് ദൈവത്തോട് സമനായിരിക്കെ, ദൈവഭാവത്തിലിരിക്കെ തന്നെ എന്ത് ചെയ്തു? മനുഷ്യനായിട്ട്, വേഷത്തിൽ മനുഷ്യനായിട്ട് തിളങ്ങി നമ്മുടെ ഇടയിലേക്ക് വന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ കണ്ടത്. പാപമില്ലാത്തവൻ എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ശാപത്തിന് വേണ്ടി എന്ത് ചെയ്തു? അവൻ ശാപമായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഈ ക്രിസ്തുവിനെയാണ് നാം ഓരോരുത്തരും എന്ത് ചെയ്യുന്നത്? പ്രതിനിധാനം ചെയ്യുന്നത്, അല്ലേ? നമ്മൾ മത്തായി 23:11-12 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കർത്താവ് യേശുക്രിസ്തു പറയുന്നു, നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ദാസനാകണം. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ക്രിസ്തുവിലുള്ള ഭാവം തന്നെ എന്ത് ചെയ്യണം? നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കണം. ക്രിസ്തു ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്ന് നമ്മോടൊപ്പം ജീവിച്ച് പാപമില്ലാത്തവനായി മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് നീ ആരാധിക്കുന്നതെങ്കിൽ, നീ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നതെങ്കിൽ നിൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതായിരിക്കണം? ക്രിസ്തുവിന് അനുരൂപമായിട്ടുള്ളതായിരിക്കണം. അല്ല എങ്കിൽ നീ ആരുടെ പിൻഗാമിയാണ്, അല്ലെങ്കിൽ നീ ആരെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയായി തീരും? നീ സാത്താനെ അല്ലെങ്കിൽ ലൂസിഫറിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയായി തീരുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, അല്ലേ? അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? താഴ്മയുള്ളവരായിരിക്കണം. കാരണം താഴ്മയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരു വ്യക്തിയെ നമുക്ക് അംഗീകരിക്കുവാൻ എന്ത് ചെയ്യത്തുള്ളൂ? സാധിക്കത്തുള്ളൂ. താഴ്മയില്ലാത്തവർക്ക് ഒരിക്കലും മറ്റുള്ളവരെ അംഗീകരിക്കാൻ സാധിക്കത്തില്ല. ഞാനെന്ന ഭാവം മുന്നിലുള്ളവർക്ക് എന്താണ്? വേറെ ആരെയും അംഗീകരിക്കുവാൻ സാധിക്കത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത്, അല്ലേ? അതായത് നമ്മുടെ ഉള്ളിൽ ശാഠ്യം പാടില്ല, നമുക്ക് ദുരഭിമാനം പാടില്ല എന്ന് പറയുന്നു. അനേകം വാക്യങ്ങൾ, ശരിക്കും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള അനേകം വാക്യങ്ങളുണ്ട്. നമുക്ക് യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണയും കരുണയും സൽഫലവും നിറഞ്ഞതും
പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു എന്നാണ് പറയുന്നത്. അതായത് അവിടെ പറഞ്ഞിരിക്കുന്നു, നിർമ്മലമായിരിക്കും നമ്മുടെ സ്നേഹം. എങ്ങനെയുള്ളതായിരിക്കും? നമ്മുടെ ജ്ഞാനം എങ്ങനെയുള്ളതായിരിക്കും? അത് നിർമ്മലമായിരിക്കും, സമാധാനത്തിൻ്റെതായിരിക്കും, ശാന്തതയുടെയായിരിക്കും, അനുസരണയുടേതായിരിക്കും, കരുണയുടെയും സൽഫലത്തിൻ്റെയും ആയിരിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ക്രിസ്തുവിനെ നോക്കുകയാണെങ്കിൽ, ക്രിസ്തുവാണല്ലോ നമ്മുടെ മാതൃക. നമ്മൾ ക്രിസ്തുവിനെ നോക്കുകയാണെങ്കിൽ, ക്രിസ്തു പറഞ്ഞ ഉപമകളിൽ നിന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ മുടിയനായ പുത്രൻ്റെ കഥയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ക്രിസ്തുവിൻ്റെ വാത്സല്യം നമുക്ക് കാണുവാൻ സാധിക്കും. നാം ഓരോരുത്തരും ആരാണ്? മുടിയനായ പുത്രന്മാരാണ്, അല്ലേ? പക്ഷെ ദൈവം നമ്മളെ എന്ത് ചെയ്തു? നാം തിരിച്ചു വന്നപ്പോൾ ദൈവം നമ്മളെ എന്ത് ചെയ്തു? നമ്മൾ ചേറ്റിലാണോ കിടന്നത്? നമ്മൾ എന്ത് വലിയ പാപം ചെയ്തു? നമ്മൾ കൊലപാതകം ചെയ്തു? നമ്മൾ വ്യഭിചാരം ചെയ്തു? നമ്മൾ മോഷ്ടിച്ചോ? അന്യൻ്റെ ഇതൊന്നും ദൈവം നോക്കുന്നില്ല. നമ്മളെ എന്ത് ചെയ്യാണ്? അവൻ്റെ ഹൃദയത്തോട് ചേർത്ത് നമ്മളെ നിർത്തി, അല്ലേ? നമ്മളെ ആലിംഗനം ചെയ്ത് കൊണ്ടുപോയി അകത്ത് കയറി നമുക്ക് വസ്ത്രം ധരിപ്പിച്ചു, നമുക്ക് വേണ്ടതൊക്കെ തന്നു, നമുക്ക് ഭക്ഷണം തന്നു, നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം എന്ത് ചെയ്യുന്നു? തരുന്നു, അല്ലേ? നമ്മളിനിയും തിരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ, നമ്മൾ വേശ്യാവൃത്തിക്ക് ഒരു സ്ത്രീയെ പിടിച്ച് കർത്താവായ യേശുക്രിസ്തു അതിൻ്റെ മുമ്പിൽ കൊണ്ടിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഈ കഥകൾ, ഈ ഉപമകളിൽ നിന്നെല്ലാം, അല്ലെങ്കിൽ ഈ സന്ദർഭങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയുമോ? ക്രിസ്തു ഇവിടേക്കെയും എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് നോക്കുക. ക്രിസ്തു എന്താണ് പ്രവർത്തിച്ചത്? ക്രിസ്തു ഒരു വാക്കുകൊണ്ട് പോലും ആ സ്ത്രീയെ എന്ത് ചെയ്തില്ല? വേദനപ്പെടുത്തിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തലയുയർത്തി ചോദിക്കുന്നുണ്ട്, അല്ലേ? സ്ത്രീയെ, അവരാരും നിന്നെ ഒന്നും ചെയ്തില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് മരണപടിക്ക് കർത്താവ് എന്താ പറയുന്നത്? ഞാനും നിന്നെ എന്ത് ചെയ്യുന്നില്ല? ശിക്ഷിക്കുന്നില്ല. ഇനി മേലാൽ എന്ത് ചെയ്യാൻ പാടില്ല? പാപം ചെയ്യരുത് എന്നാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഒരാളെ എന്തെങ്കിലും ഒരു തെറ്റിന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്യക്തികളായിട്ട്, സമൂഹമായിട്ട്, സഭയായിട്ട് ആ വ്യക്തിയെ കീറി മുറിച്ച് പരിശോധിച്ച് വീണ്ടും നമ്മൾ ആ വേദനയിൽ കുറച്ച് ഉപ്പും മുളകും കൂടെ ഒക്കെ തേച്ച് അതിനെ ഒന്നുകൂടി വേദനപ്പെടുത്തി വ്രണപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യും? ഉപദേശിച്ച് നല്ല വഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കും. പക്ഷെ ഒരിക്കലും നമുക്ക് ആത്മാവിനെ നേടാൻ സാധിക്കത്തില്ല. കാരണം എന്താണ്? നമ്മൾ അവനെ ഒന്നുകൂടി വേദനപ്പെടുത്തി, ഒന്നുകൂടി മുറിപ്പെടുത്തി വിട്ടിരിക്കുകയാണ്. അവനൊരിക്കലും തിരിച്ച് ഈ വിശ്വാസത്തിലേക്ക്, ഈ സത്യത്തിലേക്ക് അവനൊരിക്കലും വരത്തില്ല. പകരം എന്താണ്? ക്രിസ്തുവിൻ്റെ മാർഗം നീ പിന്തുടരുക. നിന്നോട് അടിക്കുന്നവൻ എന്ത് ചെയ്യുക? മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കാനാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ക്ഷമയുള്ളവരായിരിക്കുക, അല്ലേ? നമുക്ക് ക്ഷമ വേണം. നമ്മൾ സമാധാനത്തിൻ്റെ വാഹകരെന്ന് നമ്മൾ അറിയപ്പെടണം. നമ്മുടെ ഉള്ളിലെ പ്രത്യാശ മറ്റുള്ളവരിലേക്ക് നമ്മൾ കൊടുക്കണം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുക. അതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ അവിടെ എല്ലാം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യരുത്? മറ്റുള്ളവരെ നിങ്ങൾ വിധിക്കുവാനായി പാടില്ല. മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടെടുത്തിട്ട് നിൻ്റെ കണ്ണിൽ ഇത്രയും വലിയ തടി കിടക്കുമ്പോൾ നീ എന്ത് ചെയ്യാൻ പാടില്ല? ആ ചെറിയ കരടിന് വേണ്ടി നീ ശ്രമിക്കാൻ പാടില്ല. കാരണം നിനക്കതൊരിക്കലും എടുക്കാൻ പറ്റത്തില്ല. കാരണം നിൻ്റെ കണ്ണ് കാഴ്ചയില്ലാതിരിക്കുന്നത് നിൻ്റെ കണ്ണുകൊണ്ട് നീ എങ്ങനെ മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടെടുക്കാൻ നിനക്ക് സാധിക്കും? ആദ്യം നമ്മളെ തന്നെ നമ്മൾ ശുദ്ധീകരിക്കുക. നമ്മളെ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കുക. ദൈവത്തിന് മാത്രമേ നമ്മളെ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ സ്വയം വിചാരിച്ചാലോ, നമ്മുടെ മാതാപിതാക്കൾ വിചാരിച്ചാലോ, നമ്മുടെ പാസ്റ്റർ വിചാരിച്ചാലോ ഒന്നും നമ്മളെ മാനസാന്തരപ്പെടുത്താൻ എന്ത് ചെയ്യത്തില്ല? സാധിക്കത്തില്ല. അതിന് സാധിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രം, നമ്മുടെ പിതാവിന് മാത്രമേ നമ്മളെ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കത്തുള്ളൂ. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുക എന്നുള്ളവരാണ്, അല്ലേ? അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എങ്ങനെ ഒന്നായിരിക്കുന്നു അതുപോലെ നാം എന്ത് ചെയ്യണം? അവരിൽ നമ്മൾ ഒന്നായിരിക്കണം. ഈ ഒത്തൊരുമ, ഈ ഐക്യം എന്ത് ചെയ്യണം? ഈ സ്നേഹം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സഹവിശ്വാസികൾക്ക്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നമ്മുടെ സമൂഹത്തിലൊക്കെ ഇത് കാണിക്കണം. ഇത് കണ്ട് അനേകരെന്ത് ചെയ്യും? നമ്മളെ ക്രിസ്ത്യാനി എന്ന് വിളിക്കും. അവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. അവൻ്റെ അടുത്തില്ല നിനക്ക് ആശ്വാസം ഉണ്ടാകും, അവൻ്റെ അടുത്തില്ല അവൻ നിന്നെ സഹായിക്കും എന്ന് മറ്റുള്ളവർ പറയണമെങ്കിൽ ഈ സ്വഭാവങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്വഭാവങ്ങളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. നമ്മളെ തന്നെ താഴ്ത്തി പിതാവിൻ്റെ കൈകളിലേക്ക്, പുത്രൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുകയും നമുക്ക് മറ്റുള്ളവർക്കൊരു ആശ്വാസമായിരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ സഭകളിൽ നിന്ന് ഈ ഭിന്നതയെ എടുത്തു മാറ്റുവാൻ,
ഈ അനൈക്യത്തെ എടുത്തു മാറ്റുവാൻ നമുക്ക് സാധിക്കണം. ഇനി അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ ഈ പാഠപഠനത്തിന് ശേഷം ഇനി നമ്മുടെ സഭയിൽ ഒരു ഭിന്നത ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നിശബ്ദമായിരുന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ നിൻ്റെ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ, നിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളല്ലാതെ, നിൻ്റെ ഹൃദയത്തിലെ വാക്കുകളല്ലാതെ ഒന്നും എൻ്റെ നാവുമേൽ വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി കാര്യങ്ങളെ വിശകലനം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ കാണുന്നത് നമ്മളെ പലപ്പോഴും എങ്ങനെയാണെന്നറിയാമോ? ഒരു പ്രശ്നം ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ കുറ്റക്കാരനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മെ വെച്ചാണ് അവരെ ഇത് ചെയ്യുക. ഞാൻ എൻ്റെ സാഹചര്യത്തിൽ വെച്ച്, എൻ്റെ കുടുംബ സാഹചര്യം, എൻ്റെ സാമ്പത്തിക സാഹചര്യം, എൻ്റെ സമൂഹത്തിലെ, എൻ്റെ സഭയിലെ സാഹചര്യമൊക്കെ നമ്മൾ അവരെ വിശകലനം ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ആ വ്യക്തി ഏതവസ്ഥയിലിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം എന്താണ്, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പശ്ചാത്തലം എന്താണ്, അദ്ദേഹത്തിൻ്റെ ബലഹീനത എന്താണ്, അതിൻ്റെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ആശ്വാസം കൊടുക്കുവാനും നമുക്ക് ദൈവികമായ ഇടപെടലുകൾ നടത്തുവാനും നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ആ വ്യക്തിയെ നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഇല്ല എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, ഈ സത്യത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. കാരണം നമ്മൾ തന്നെ വളർന്നു നിൽക്കുമ്പോൾ നമുക്ക് വേറൊന്നും കാണുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, നീയോ വളരണം ഞാനോ കുറയണം എന്ന് പറയുന്നത്. ഇങ്ങനെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ അനുദിനം വളരുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മളെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. ബഹുദൂതരുമായി മേഘത്തേരതിൽ